Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയായിരുന്നു അല്ലേ? ഈ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഫ്യൂച്ചർ ടെൻസ് ഇവിടെ നോക്കാനുണ്ട്. ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ നോക്കി നമ്മൾ സാമ്പിൾ സെന്റൻസും ഒക്കെ നോക്കിയിട്ട് നമ്മൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. There is simple future tense, future continuous, future perfect continuous. Now simple present tense നും simple past tense നും simple future tense നുള്ള ഡിഫറൻസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ എന്താ simple present tense ൽ നമ്മൾ V1 ഫോം അല്ലെങ്കിൽ വെർബിന്റെ പ്രസന്റ് ഫോം അതേപടി ഉപയോഗിക്കുമ്പോഴത്തേക്കും പാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടായിരുന്നു നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യും അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് V1 എന്തിലേക്ക് വരും? അതിന്റെ V2 ഫോമിലേക്ക് വരും. Now ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോഴത്തേക്കും ആ രീതിയിലുള്ള മോഡിഫിക്കേഷൻ അല്ല സംഭവിക്കുന്നത്. പകരം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഓക്സിലറീസ് ഉപയോഗിക്കും. ഒന്നുകിൽ നമ്മൾ ഷാൽ എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കും, അല്ലെങ്കിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be the subject yes which will be followed by either shall or will. അത് നമ്മൾ ഏത് രീതിയിലാണ്, എവിടെയാണ് ഷാൽ ഉപയോഗിക്കുന്നത്, എവിടെയാണ് വിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഫ്യൂച്ചർ ടെൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് പറയും. പലപ്പോഴും നമുക്ക് ഗ്രാമറിൽ സംശയം വരുന്ന ഒരു ഏരിയ ആണ് വിൽ ഉപയോഗിക്കണോ ഷാൽ ഉപയോഗിക്കണോ. ഓക്കെ, അപ്പം വി ഷാൽ ഗോ നൗ അതോ വി വിൽ ഗോ നൗ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ വരാറുണ്ട്. ഈ ഷാൽ വിൽ എവിടെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയും. സ്ട്രക്ചറിലേക്ക് വരാം. സബ്ജക്ട് പ്ലസ് ഷാൽ അല്ലെങ്കിൽ വിൽ പ്ലസ് V1 ഫോം. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. ആ പ്രസന്റ് ഫോം ഉണ്ടല്ലോ അതായിരിക്കും ഉപയോഗിക്കുന്നത്. ദെൻ ദ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ നോക്കേ, നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോഴത്തേക്കും സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വെർബിന്റെ ഏത് ഫോം ഉപയോഗിക്കും? വി യൂസ് ദ പ്രസന്റ് ഫോം വിച്ച് ഇസ് V1 ഫോം ഓഫ് വെർബ്. ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. നമ്മൾക്കറിയാം ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഏത് കാലത്ത് നടക്കുന്ന ആക്ഷൻ ആയിരിക്കും സൂചിപ്പിക്കുന്നത്? ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് സംതിങ് ദാറ്റ് വിൽ ഹാപ്പൻ അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം. അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പോൾ നടക്കുന്നില്ല, നേരത്തെ നടന്നിട്ടില്ല, ഇനി എപ്പോഴെങ്കിലും നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പം ഉദാഹരണത്തിന് നോക്കേ, he will return from Bombay next month. Okay, next month. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട് which is he. then നമ്മൾ പറഞ്ഞു സ്ട്രക്ചറിൽ നമ്മൾ will അല്ലെങ്കിൽ shall ഉപയോഗിക്കും. നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? will എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിച്ചിരിക്കുന്നു. then നോക്കേ, verb എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. അതിന്റെ V1 ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടില്ല? നമ്മൾ റിട്ടേൺഡ് ഉപയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിന്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റിട്ടേൺഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റിട്ടേൺഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? V1 ഫോം ഉപയോഗിക്കുന്നു. he പ്ലസ് will പ്ലസ് V1 ഫോം പ്ലസ് ദ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. അല്ലെങ്കിൽ നോക്കേ, I shall visit my uncle next summer. ഓക്കെ, ഇവിടെ നോക്കേ സ്ട്രക്ചർ സെയിം തന്നെയാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് I ആണ്. നമ്മൾ will അല്ലെങ്കിൽ ഷാൽ എന്ന് പറയുന്ന ഓക്സിലറിയിൽ നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നു. ദെൻ verb എന്ന് പറയുന്ന V1 ഫോമിലാണ് പ്ലസ് ദ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. I shall visit my uncle next summer. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. Now നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം which is ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ഷന്റെ ഏത് സെൻസ് ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്ഷന്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നാച്ചുറലി വെർബിന്റെ ഏത് ഫോം ഉപയോഗിക്കും? കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വെർബിന്റെ ING ഫോം നമ്മൾ ഉപയോഗിക്കും. ഇനി സ്ട്രക്ചറിലേക്ക് വരാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സബ്ജക്ട് പ്ലസ് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് അതിന്റെ എല്ലാ ഫോമിലും നമ്മൾ ഷാൽ അല്ലെങ്കിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറി മെയിൻറ്റെയിൻ ചെയ്യും. സബ്ജക്ട് പ്ലസ് ഷാൽ അല്ലെങ്കിൽ വിൽ പ്ലസ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം,
മറ്റൊരാൾ കൂടെ കടന്നു വരും. നമ്മളിതാ ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ കണ്ടതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബീൻ കടന്നു വന്നതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോഴത്തേക്കും അവിടെ ആര് കടന്നു വരും? ബി എന്ന് പറയുന്ന ഒരു വേർഡ് കടന്നു വരും. ഓക്കെ, പ്ലസ് വേർബിന്റെ ഏത് ഫോം ആയിരിക്കും? വേർബിന്റെ ING ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ പറ്റും, ദാ നോക്കേ, പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും there will be subject പ്ലസ് will അല്ലെങ്കിൽ shall എന്ന് പറയുന്ന ഓക്സിലറി വരും, then ആര് വരും? ബി വരും, then ING form of verb. Okay, so ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് പറയാൻ പറ്റും, മിസ്റ്റർ ഗോപാൽ will be attending the seminar next month. Okay, Mr. Gopal will be attending the seminar next month എന്ന് പറയുമ്പോഴത്തേക്കും സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ഗോപാൽ ആണ്. ദെൻ എന്ത് വന്നിരിക്കുന്നു? വിൽ അല്ലെങ്കിൽ ഷാൽ എന്ന് പറയുന്ന ഓക്സിലറിയിൽ വിൽ വന്നിരിക്കുന്നു, ബി വന്നിരിക്കുന്നു. അറ്റൻഡ് എന്ന് പറയുന്ന വേർബിന്റെ ഏത് ഫോം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു? അതിന്റെ ING ഫോം ഉപയോഗിച്ചിരിക്കുന്നു, പ്ലസ് ദ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. സോ ഇതാണ് ഏത് ടെൻസിന്റെ സ്ട്രക്ചർ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. സോ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക. സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് വേർബ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ദ മിസ്റ്റർ ഗോപാൽ വിൽ ബി അറ്റൻഡിങ് ദ സെമിനാർ നെക്സ്റ്റ് മന്ത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഷാൽ ബി ട്രാവലിംഗ് ത്രൂ യൂറോപ്പ് this time next year. Okay, വേണമെങ്കിൽ ഒരു around കൂടെ ചേർക്കാം. Around this time next year. I shall be traveling through Europe around this time next year. So I എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു, will അല്ലെങ്കിൽ shall എന്ന് പറയുന്ന ഓക്സിലറിയിൽ shall വന്നു, then it is followed by be plus the ING form of verb. So ഇത്രയും കാര്യമാണ് നമ്മൾ ഏത് ടെൻസിൽ മനസ്സിലാക്കുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. And now comes the third one, which is future perfect. So future perfect tense എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഷാൽ അല്ലെങ്കിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറിയെ മെയിൻറ്റെയിൻ ചെയ്യണം. പ്ലസ് നോക്കേ, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ കണ്ടതുപോലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്ന രണ്ട് ഓക്സിലറി നമ്മൾ കണ്ടല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഹാസ് ആപ്ലിക്കബിൾ അല്ല, പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. പ്ലസ് പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും കണ്ടതുപോലെ യു വിൽ ഹാവ് ടു യൂസ് ദ V3 ഫോം ഓഫ് verb. സോ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? there will be subject പ്ലസ് shall അല്ലെങ്കിൽ will പ്ലസ് have പ്ലസ് the V3 form of verb. ഒരു മിനിറ്റ് സ്ട്രക്ചർ കാണിച്ചു തരാം. നോക്കേ, സബ്ജക്ട് പ്ലസ് will അല്ലെങ്കിൽ shall എന്ന് പറയുന്ന ഓക്സിലറിയിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് യൂസ് ചെയ്യും. ദെൻ എന്ത് ഉപയോഗിക്കണം? have എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കണം. ദെൻ പ്ലസ് the past participle form of verb. So ഇതാണ് ഏത് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്ട് പ്ലസ് will അല്ലെങ്കിൽ shall പ്ലസ് have പ്ലസ് past participle form of verb. So ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കേ, he shall have completed his homework now. Okay, he shall have completed his homework now എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ത് കടന്നു വരുന്നുണ്ട്? he വരുന്നുണ്ട്. then auxiliary will അല്ലെങ്കിൽ shall എന്ന് പറയുന്നതിനകത്ത് ഫ്യൂച്ചർ ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ shall ഉപയോഗിക്കുന്നു. then perfect tense ആയതുകൊണ്ട് അവിടെ have വരുന്നു, which is followed by the V3 form of verb. വെർബിന്റെ V3 ഫോം ആയിട്ടുള്ള past participle form കടന്നു വരുന്നു. okay, so വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് the office will have stopped working by the time he arrives. Okay,
So the office will have stopped working by the time he arrives. So ഇവിടെ the office എന്ന് പറയുന്നതാണ് subject followed by will plus have plus past participle form of verb. The office will have stopped working by the time he arrives. Okay. അല്ലെങ്കിൽ the office will have stopped working when he arrives. So ഇതാണ് എന്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Now there is one more which is future perfect continuous tense എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഫ്യൂച്ചർ ടെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പെർഫെക്റ്റ് ടെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കണ്ടിന്യൂസ് ടെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വരും. ഓക്കെ, സോ സബ്ജക്ട് പ്ലസ് ഫ്യൂച്ചർ ടെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഷാൽ അല്ലെങ്കിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യും. ദെൻ പെർഫെക്റ്റ് ടെൻസിന്റെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ കണ്ടതുപോലെ ഹാവ് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും കണ്ടതുപോലെ ആര് ആഡ് ചെയ്യണം, ബീൻ എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ നമ്മൾ അവിടെ കൊണ്ടുവരും. ഓക്കെ, സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക്കലി സബ്ജക്ട് പ്ലസ് ഫ്യൂച്ചർ ടെൻസിന്റെ ഷാൽ അല്ലെങ്കിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറി ഫോളോഡ് ബൈ പെർഫെക്റ്റ് ടെൻസിന്റെ ഹാവ്, പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ബീൻ പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വേർബിന്റെ ing ഫോം ഓഫ് വേർബ്. നൗ നോക്കേ, നമ്മൾ സ്ട്രക്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ there is subject പ്ലസ് will അല്ലെങ്കിൽ shall പ്ലസ് have പ്ലസ് been പ്ലസ് ing ഫോം ഓഫ് verb. ഇതാണ് ഏത് ടെൻസിന്റെ സ്ട്രക്ചർ, future perfect continuous tense in the structure. Now future perfect continuous tense in the ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this is a tense which we use very rarely. വളരെ റെയർ ആയിട്ട് മാത്രമേ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കത്തുള്ളൂ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറയേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ റെയർലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെൻസ് ഫോമാണ് ഏത് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ജനറൽ ഭാഷാ പ്രയോഗത്തിൽ ജനറൽ റീഡിങ്ങിൽ പൊതുവെ ഈ ഒരു ടെൻസിലുള്ള സെന്റൻസുകൾ കാണാനായിട്ട് വളരെ പ്രയാസമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇതാ നോക്കേ, ഇപ്പം നമ്മൾ ഇതാ ഈ ടെൻസ് വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ he shall have been working there for a long time. Okay, he shall have been working there for a long time. അല്ലെങ്കിൽ I shall have been attending the meeting if I got a chance. സോ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ എന്താ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു സെൻസ് നമ്മൾക്ക് ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ തന്നെ കിട്ടും. സോ ബേസിക്കലി ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ കൊണ്ട് വൺ റീസൺ അതാണ്, സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട്. രണ്ടാമത്തെ റീസൺ ഈ പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ച ഫ്യൂച്ചർ ടെൻസിന്റെയും അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെയും ഒക്കെ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഈ ടെൻസ് എന്താണ് വളരെ റെയർ ആയിട്ട് മാത്രമേ നമ്മളുടെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ പേർപ്പസിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, സോ ഇത് നമ്മളിതാ ഇപ്പം താഴേക്ക് ഓരോ ടെൻസും ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, സോ തൽക്കാലം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടെൻസുകളുടെ ഓരോന്നിൻ്റെയും സ്ട്രക്ചർ മനസ്സിലാക്കുക. ദെൻ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ച എക്സാമ്പിൾസ് വെച്ചിട്ട് എന്താ അതിൻ്റെ ഒരു യു ഹാവ് ടു ഡെവലപ്പ് എ കൈൻഡ് ഓഫ് ഗ്രമാറ്റിക്കൽ സെൻസ്. അതിൻ്റെ ഒരു ഗ്രമാറ്റിക്കൽ സെൻസ് നമ്മൾക്ക് കിട്ടണം. അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന സെക്ഷനിലൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ടെൻസും കൃത്യമായിട്ട് ഏത് കോണ്ടെക്സ്റ്റിലാണ്
ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നൗ ആ രീതിക്ക് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്കാണ് വരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. യു സിംപ്ലി ഹാവ് ഗോട്ട് ദ സബ്ജക്ട് which is followed by the V1 form of verb and will be followed by the rest of the sentence. So subject plus V1 form of verb ആണ് ഏത് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Now അതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്നത് V1 ഫോം ആണ്. സോ വേർബിന്റെ പ്രസന്റ് ഫോം ആണ്. സബ്ജക്ട് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർബിന്റെ സിംഗുലർ ഫോം ഉപയോഗിക്കും. ആ സിംഗുലർ ഫോം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേർബിനെ ചെറുതായിട്ടൊന്ന് ഇൻഫ്ലക്ട് ചെയ്യും. നമ്മൾ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യും എന്ന് പറഞ്ഞു. എസ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ ചില പ്രത്യേക സിറ്റുവേഷൻസിൽ നമ്മൾ ഇഎസും ആഡ് ചെയ്യും. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇപ്പം ഗോ. ഓക്കെ, ഗോസ് ആകും. ഡു എന്തായി മാറും? ഡസ് ആയി മാറും. ഓക്കെ, നൗ അല്ലെങ്കിൽ ഇപ്പം എസ് ആഡ് ചെയ്യുന്ന എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ടോക്ക്, ടോക്സ് ആയി മാറും. അല്ലെങ്കിൽ വേക്ക്, വേക്സ് ആയി മാറും. ഗിവ്, ഗിവ്സ് ആയി മാറും. സോ സബ്ജക്ട് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർബിന്റെ സിംഗുലർ ഫോം ഉപയോഗിക്കും. സബ്ജക്ട് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? വേർബിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കും. സോ ഹി ഈറ്റ്സ്, ദേ ഈറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നൗ ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കുറെ എക്സാമ്പിൾസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുന്നതിന്റെ കുറെ എക്സാമ്പിൾസ്. ഐ പ്ലേ ടെന്നീസ്, വി പ്ലേ ടെന്നീസ്, യു പ്ലേ ടെന്നീസ്, ദേ പ്ലേ ടെന്നീസ്. ഇതെല്ലാം സബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ ആണ്. വി എന്ന് പറയുമ്പോഴത്തേക്കും പ്ലൂറൽ ആണ്. ദെൻ ഐ, യു, ഈ രണ്ട് കേസിൽ നമ്മൾ എന്തേ ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. ഐ പ്ലേസ് ടെന്നീസ്, ഐ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയത്തില്ല? ഐ പ്ലേസ് ടെന്നീസ് എന്ന് പറയത്തില്ല. നമ്മൾ വേർബിന്റെ പ്ലൂറൽ ഫോമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ ഐ പ്ലേ ടെന്നീസ്. അതേപോലെ തന്നെയാണ് യു. യു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേർബിന്റെ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. കാരണം യു എന്ന് പറയുന്നത് ചിലപ്പം ഒന്നിൽ കൂടുതൽ ആളുകളാകാം. ഓക്കെ, സോ ജനറലി നമ്മൾ എന്ത് ഉപയോഗിക്കത്തുള്ളൂ? ഐ, യു, ഈ രണ്ട് കേസിൽ നമ്മൾ വേർബിന്റെ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. സോ ദേ എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ് ആണ്, ഒന്നിലധികം ആളുകളുണ്ട്. അതേസമയം ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ വാക്കുകളിലൂടെ നമ്മൾ വേർബിന്റെ സിംഗുലർ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. സോ ഹി പ്ലേസ് ടെന്നീസ്, ഷീ പ്ലേസ് ടെന്നീസ്, ഇറ്റ് വർക്ക്സ് വെൽ. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കാണാൻ പറ്റും. എനിക്കൊന്ന് 6 or 7 കണ്ടീഷൻസ്, 6 കണ്ടീഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. 6 സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ നോക്കെ, ടു ഡിനോട്ട് എ പെർമനന്റ് ട്രൂത്ത്. അതായത് മാറ്റമില്ലാതെ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിനെയും, ഭൂമിയിൽ എന്നല്ല, മാറ്റമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. ടു ഡിനോട്ട് എ പെർമനന്റ് ട്രൂത്ത്. അതായത് ഇപ്പം നോക്കെ, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, മാറ്റമില്ലാത്ത കാര്യമാണ് അല്ലെ. പടിഞ്ഞാറ് അസ്തമിക്കുന്നു, മാറ്റമില്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മളുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു, മാറ്റമില്ലാത്ത കാര്യമാണ്. സോ ഇങ്ങനെയൊക്കെ ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഏതൊരു പ്രോസസ്സിനെയും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാണ് ഗംഗാ നദി ഒഴുകുന്നു, ഓക്കെ, സോ മാറ്റമില്ലാത്ത കാര്യമാണ്. സോ ഇങ്ങനെ ഒരു ചേഞ്ചും ഇല്ലാത്ത കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പെർമനന്റ് ട്രൂത്തുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കേ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ഒരിക്കലും നമ്മൾ ദ സൺ ഈസ് റൈസിങ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയത്തില്ല. അത് പറയും എപ്പോഴാണ്? നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇതോ നോക്കെ, എന്ത് ഉദിക്കുന്ന കാണാം? സൂര്യൻ ഉദിക്കുന്നത് കാണാം, ഉദിച്ചു വരുന്നത് കാണാം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലാതെ നമ്മൾ ജനറലി സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് ടെൻസേ ഉപയോഗിക്കത്തുള്ളൂ? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കത്തുള്ളൂ. സെക്കൻഡ് എക്സാമ്പിൾ നോക്കേ, ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓൾ ക്രീച്ചേഴ്സ് ബ്രീത്ത്. എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നു.
സോ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ ടെൻസിന്റെ ഏത് ഫോമേ ഉപയോഗിക്കത്തുള്ളൂ? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കത്തുള്ളൂ. സോ നമ്മൾ പഠിച്ച റൂളുകളെല്ലാം ഇവിടെ അപ്ലൈഡ് ആണ്. ദ സൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ റൈസ് എന്ന് പറയുന്ന വേർബിന്റെ ഏത് ഫോം ഉപയോഗിച്ചിരിക്കുന്നു? സിംഗുലർ ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ദ എർത്ത് സിംഗുലർ ആണ്. സോ റൊട്ടേറ്റ് എന്ന് പറയുന്ന വേർബിന്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള റൊട്ടേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾ ക്രീച്ചേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വേർബ് എന്തായി? വേർബ് ബ്രീത്ത് ആയി. സോ നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ അതേപടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെന്റൻസ് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അവതരിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ഇതാണ്: ഒരു പെർമനന്റ് ട്രൂത്ത് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഏത് ടെൻസ് ഉപയോഗിക്കണം? യു ഹാവ് ടു യൂസ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. ടു ഡിനോട്ട് എ ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ. അതായത് നമ്മൾ ഒരു ശീലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പ്രവർത്തികൾ. ഓക്കെ, അതായത് ഇപ്പം നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ മാറ്റമില്ലാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ശീലമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്താണ്? അതൊരു ശീലമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പതിവായി ചായ കുടിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ കോളേജിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ പേരൻസിന് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയ്ക്കൊക്കെ കത്തുകൾ അയക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. സോ ഇതൊക്കെ പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പൊ നോക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning. അതായത് രാവിലെ ഞാൻ എത്ര മണിക്ക് എഴുന്നേക്കും? 5 മണിക്ക് എഴുന്നേക്കും. സോ അതൊരു ഹാബിറ്റ് ആയതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ആ ഹാബിറ്റ് പിന്തുടരുന്നത് കൊണ്ട് യു ഹാവ് ടു എക്സ്പ്രസ് ദാറ്റ് ഹാബിറ്റ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സോ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning. ഹി യൂഷ്വലി ഡ്രിങ്ക്സ് ടീ. എന്താണ്? അവൻ പതിവായിട്ട് ചായ കുടിക്കും. ഓക്കെ, സോ ഇപ്പോഴും ഉള്ള ശീലമാണ്. പതിവായിട്ട് എന്ത് ചെയ്യും? പതിവായിട്ട് ചായ കുടിക്കും. ഷീ റൈറ്റ്സ് ടു ഹർ മദർ എവറി വീക്ക്. അവള് എല്ലാ ആഴ്ചയും എന്ത് ചെയ്യും? അമ്മയ്ക്ക് കത്തുകൾ അയക്കും. ഓക്കെ, സോ തേർഡ് എക്സാമ്പിളിൽ നമ്മൾ കണ്ടു ഷീ റൈറ്റ്സ് ടു ഹർ മദർ എവറി വീക്ക്. അവൾ എല്ലാ ആഴ്ചയും എന്ത് ചെയ്യും? അവളുടെ അമ്മയ്ക്ക് കത്തുകൾ അയക്കും. സോ ഇങ്ങനെ മാറ്റമില്ലാതെ നമ്മളൊരു ഹാബിറ്റായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഐ വാക്ക് ടു കോളേജ് എവറി ഡേ. ഞാൻ കോളേജിലേക്ക് ഡെയിലി നടന്നാണ് പോകുന്നത്. സോ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒരു ഹാബിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. മാറ്റമില്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഹാബിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. നൗ തേർഡ് കണ്ടീഷൻ നോക്കേ. ടു ഡിനോട്ട് എ പെർമനന്റ് സ്റ്റേറ്റ്. നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ടു ഡിനോട്ട് എ പെർമനന്റ് ട്രൂത്ത്, മാറ്റമില്ലാതെ തുടരുന്ന സത്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മാറ്റമില്ലാതെ തുടരുന്ന അവസ്ഥകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പറയുകയാണ് ആഗ്ര എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത് തെംസ് നദിയുടെ തീരത്താണ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മാറ്റമില്ലാതെ തുടരുന്ന കാര്യമാണ് അല്ലേ? നമ്മൾക്കൊരിക്കലും ലണ്ടൻ നഗരത്തെ അവിടുന്ന് പൊക്കിയെടുത്ത് വേറെ ഏതെങ്കിലും ഒരു നദിയുടെ സൈഡിൽ കൊണ്ടുപോയി വെക്കാനൊന്നും പറ്റില്ല. സോ ജിയോഗ്രഫിക്കലി അതെന്താണ്? അതിനൊരു പെർമനൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു പെർമനന്റ് സ്റ്റേറ്റിൽ തുടരുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് ടെൻസിലായിരിക്കും പറയുക? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും പറയുക. ഇപ്പം നമ്മൾ പറയുന്നു ആഗ്ര ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന, അല്ലെങ്കിൽ ലണ്ടൻ ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ തെംസ്. സോ ലണ്ടൻ എന്ന് പറയുന്ന നഗരം എവിടെ സ്ഥിതി ചെയ്യുന്നു? തെംസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കേ. പ്രഷ്യസ് ജെംസ് ലൈ ഹിഡൻ ഇൻ ദ എർത്ത്. ഈ ഭൂമിയുടെ ഉള്ളറകളിൽ എന്ത് മറിഞ്ഞു കിടപ്പുണ്ട്? അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം അത് ഉള്ള കാര്യമാണ്. സോ ഇങ്ങനെ ഒരു പെർമനന്റ് സ്റ്റേറ്റിലുള്ള മീൻസ് പെർമനന്റ് ട്രൂത്ത് തന്നെയാണ്. മാറ്റമില്ലാതെ തുടരുന്ന കാര്യങ്ങളെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് എന്തുപയോഗിക്കും? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഇനി നോക്കേ, നാലാമത്തെ കണ്ടീഷൻ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ടു ഡിനോട്ട് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. അതായത് സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് ടെൻസ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ്.
ഓക്കെ, സോ ഇപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടുള്ള പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ആ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പുതിയൊരു കാര്യം കൂടെ പഠിക്കുകയാണ്. നമ്മൾക്ക് ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾക്ക് ഏത് ടെൻസ് ഉപയോഗിക്കാം? നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. പക്ഷേ എന്താണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ഫ്യൂച്ചർ ആയിരിക്കും. നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നാളെ മറ്റന്നാളോ ഉള്ള കാര്യം മാത്രമല്ല, ഇപ്പം ഒരു അടുത്ത ആഴ്ച, മാക്സിമം ഒരു അടുത്ത മാസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നതിന് പകരം നമ്മൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഏത് ടെൻസിലും പറയാം. നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും പറയാം. മൈ ബ്രദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ഇത് നമ്മൾക്ക് ഫ്യൂച്ചർ ടെൻസിൽ പറയാം. മൈ ബ്രദർ വിൽ കം ഹോം നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് അതേ കാര്യം നമ്മൾ പൊതുവെ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഏത് ടെൻസിലും നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും എക്സ്പ്രസ് ചെയ്യാം. മൈ ബ്രദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. അതായത് നോക്കേ, my brother will come home next week. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, കാരണം നെക്സ്റ്റ് വീക്ക് ഫ്യൂച്ചറിലായതുകൊണ്ട് നമ്മളത് ഫ്യൂച്ചർ ടെൻസിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഇവിടെ റൂളിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ച നാലാമത്തെ കണ്ടീഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏത് ടെൻസിലും എക്സ്പ്രസ് ചെയ്യാം. നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും എക്സ്പ്രസ് ചെയ്യാം. സോ മൈ ബ്രദർ നമ്മൾ എന്തിനെ ഒഴിവാക്കുന്നു? വിൽ എന്ന് പറയുന്ന ആ ഫ്യൂച്ചർ ടെൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ ഒഴിവാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മൈ ബ്രദർ കംസ് ഹോം. ബ്രദർ സിംഗുലർ ആയതുകൊണ്ട് വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്, അതിന്റെ സിംഗുലർ ഫോം ഉപയോഗിക്കുന്നു. കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, സോ മലയാളത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് സെന്റൻസും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം എന്താണ് മൈ ബ്രദർ വിൽ കം ഹോം നെക്സ്റ്റ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ അടുത്ത ആഴ്ച വരും. ഓക്കെ, മൈ ബ്രദർ വിൽ കം ഹോം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച എൻ്റെ ബ്രദർ വരും. മൈ ബ്രദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. എൻ്റെ ബ്രദർ അടുത്ത ആഴ്ച വരുന്നു. ഓക്കെ, അടുത്ത ആഴ്ച എൻ്റെ ബ്രദർ വരുന്നു. അടുത്ത ആഴ്ച എൻ്റെ ബ്രദർ വരും. അടുത്ത ആഴ്ച എൻ്റെ ബ്രദർ വരുന്നു. ആ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇതിൽ ഏത് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടും ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾക്ക് ഫ്യൂച്ചർ ടെൻസിലും എക്സ്പ്രസ് ചെയ്യാം, നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും എക്സ്പ്രസ് ചെയ്യാം. സോ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ചൈന നെക്സ്റ്റ് മന്ത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ കാര്യം നമ്മൾക്ക് ഫ്യൂച്ചർ ടെൻസിൽ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദ പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് ചൈന നെക്സ്റ്റ് മന്ത്. പ്രൈം മിനിസ്റ്റർ അടുത്ത മാസം ചൈന സന്ദർശിക്കും. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ചൈന നെക്സ്റ്റ് മന്ത്. പ്രൈം മിനിസ്റ്റർ അടുത്ത മാസം ചൈന സന്ദർശിക്കുന്നു. ഓക്കെ, സന്ദർശിക്കും, സന്ദർശിക്കുന്നു. ആ ഒരു സ്ലൈറ്റ് സെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും എക്സ്പ്രസ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ക്ലാസ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കമന്റിൽ എന്നെ അറിയിക്കണം. ഫർദർ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നൗ അഞ്ചാമത്തെ കേസ് സിമ്പിൾ ആണ്. ഇൻ ഇംപറേറ്റീവ് സെന്റൻസസ്. ഇംപറേറ്റീവ് സെന്റൻസ് അറിയാമല്ലോ, കമാൻഡ്, റിക്വസ്റ്റ് പോലെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓർഡേഴ്സ്, ഓക്കെ, ആജ്ഞകൾ അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. എല്ലാ ഇംപറേറ്റീവ് സെന്റൻസുകളും ഏത് ടെൻസിലായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആയിരിക്കും. ഇപ്പം ഓർഡേഴ്സ് ശ്രദ്ധിച്ചു. ഓക്കെ, ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഓക്കെ, കം ഹിയർ, സിറ്റ് ഡൗൺ. സോ ഇതെല്ലാം എന്താണ്? കമാൻഡ്സ് ആണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കെ, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. കം ഹിയർ, ഇവിടെ വരും. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മൾ വിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കെ. കം വിൽ ഹിയർ എന്നൊരിക്കലും പറയത്തില്ല. വിൽ യു കം ഹിയർ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തായി മാറും? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. സോ ഇംപറേറ്റീവ് സെന്റൻസ് എന്തായിട്ട് മാറും? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് മാറും. സോ ഇംപറേറ്റീവ് സെന്റൻസസ് എല്ലാം തന്നെ
നമ്മൾ ഏത് ടെൻസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. Now ആറാമത്തെ കണ്ടീഷൻ നോക്കെ. In exclamatory sentences നമ്മൾ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന സെന്റൻസുകൾ ഉണ്ടല്ലോ. What a beautiful painting. Okay. അല്ലെങ്കിൽ what an intelligent move എന്നൊക്കെയുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ നമ്മൾ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന സെന്റൻസുകളിൽ നമ്മൾ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പം what a beautiful painting, what a beautiful painting. സോ ആ സെന്റൻസ് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ടെൻസും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സ്ട്രക്ചറിൽ വരുന്ന യാതൊന്നും തന്നെ അവിടെ കടന്നു വരുന്നില്ല. അതിനകത്ത് വിൽ വരുന്നില്ല, ഷാൽ വരുന്നില്ല, ഹാവ് അല്ലെങ്കിൽ ഹാസ് വരുന്നില്ല, അല്ലെങ്കിൽ ബീൻ വരുന്നില്ല, ബി വരുന്നില്ല, അങ്ങനെ യാതൊന്നും തന്നെ കടന്നു വരുന്നില്ല. സോ എക്സ്ക്ലമേറ്ററി സെന്റൻസുകളും ഇംപറേറ്റീവ് സെന്റൻസുകളും മിക്കപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഏത് ടെൻസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുക? സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുക. ഓക്കെ. സോ അപ്പം അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? തൽക്കാലം മനസ്സിലാക്കുക, ക്ലാസ് കേട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എന്നെ അറിയിക്കുക. അതിന്റെ ക്ലാരിഫിക്കേഷനോട് കൂടിയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത്. ഓക്കെ. സോ അപ്പം തൽക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. We will see again in the next class where we will be talking about the context or situations where we can use the present continuous tense. So ഇവിടെ ഈ 6 conditions പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ടെൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ 2, 3, 4, 5 കണ്ടീഷൻസ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുകളൊക്കെ കാണും. ആ കോണ്ടെക്സ്റ്റുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിച്ച ടെൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ബൈ.